എക്കണോമിക്സിൻ്റെ ലോ അനുസരിച്ച് പറയുന്നത് പ്രൈസ് തീരുമാനിക്കുന്ന ആരാണെന്ന് പറയുന്നത് മാർക്കറ്റാണ് പ്രൈസ് തീരുമാനിക്കുന്നതെന്നാണ് എക്കണോമിക്സ് പറയുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രൈസ് തീരുമാനിക്കുന്ന മാർക്കറ്റല്ല, മാർക്കറ്റർ. ആരാണോ ആ സാധനത്തിനെ മാർക്കറ്റ് ചെയ്യുന്നത് അവനാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. സോ ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ഡോണ്ട് ലുക്ക് അറ്റ് ദ മാർക്കറ്റ്. കോമ്പറ്റീറ്ററുടെ വില നോക്കി വില നിശ്ചയിക്കുന്നവൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജിയുടെ പേരൊന്ന് എഴുതി വെച്ചോ. പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി. എന്താണ്? ദാരിദ്ര്യത്തിലേക്കുള്ള ഏറ്റവും മികച്ച പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. അപ്പുറത്തെ കടക്കാരൻ്റെ വില നോക്കി നമ്മുടെ വില തീരുമാനിക്കും. നമ്മുടെ കടയുടെ താക്കോല് കൊടുക്കത്തില്ലെങ്കിൽ, നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കത്തില്ലെങ്കിൽ, നമ്മുടെ സ്റ്റാഫിനെ എടുക്കാൻ അവനോട് പറയത്തില്ലെങ്കിൽ, പിന്നെ എന്തിന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില മാത്രം അവനോട് ചോദിക്കുന്നു? ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു സെറ്റ് യുവർ ഓഫർ. നിങ്ങളുടെ വിലയിടാൻ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് എന്താ ഈ കൈ കാശില്ലാത്ത? എല്ലാം ചിലവായി പോവുക. ചിലവ് കൂടി വരിക. അതനുസരിച്ച് വരുമാനം കൂട്ടാൻ പറ്റുന്നില്ല. വൈ? ഓഫറുകൾ സെറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ വാങ്ങുന്നുണ്ട്, പക്ഷേ ഓഫറുകൾ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് മേടിക്കാൻ നമുക്കറിയത്തില്ല. മാർക്കറ്റിൽ ഇതൊന്നും നടക്കില്ല. പക്ഷേ മാർക്കറ്റർ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. ആര് വിചാരിക്കണം? ആ മാർക്കറ്ററുടെ തലയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്.